10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജോലി നിർത്തി, പഠനം നിർത്തി. 2015-16 കൂടി എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു. ഫസ്റ്റ് നമ്മുടെ റിയാദിലെ അൽമദീന എന്നുള്ള ഗ്രൂപ്പിന് ഓർഡർ കിട്ടി. ഞാൻ തന്നെയായിരുന്നു അക്കൗണ്ടന്റ്, ഞാൻ തന്നെയായിരുന്നു ലോഡിങ് അൺലോഡിങ്, സ്റ്റാഫിൻ്റെ എണ്ണമൊന്നും ഇല്ല. അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു പോയിരുന്നത്. 2007 ഞാൻ 7th പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഒരു വെജിറ്റബിൾ ഷോപ്പിൽ സെയിൽസിന് പോകുന്നത്. അത് കഴിഞ്ഞ് 2010-11 കൂടി SLC കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ പിന്നെ ഇവർ വെജിറ്റബിൾ എക്സ്പോർട്ട് കമ്പനികൾക്ക് ലാർജ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എന്തുകൊണ്ട് പിന്നെ എക്സ്പോർട്ടിലേക്ക് പോയിക്കൂടാ, അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് സപ്ലൈ ചെയ്തുകൂടാ എന്നുള്ള ലക്ഷ്യം, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ പറ്റി. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജോലി നിർത്തി, പഠനം നിർത്തി. വാപ്പ ഒരു കർഷകനാണ്. അപ്പോൾ വാപ്പ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ നിന്നിന ഷോപ്പിലായിരുന്നു മെയിൻലി സപ്ലൈ കൊടുത്തിരുന്നത്. അവരെന്ത് ചെയ്യും, അവരുടെ ഷോപ്പിൽ നിന്ന് നേരെ എക്സ്പോർട്ടേഴ്സിന് സപ്ലൈ ചെയ്യും. അപ്പോൾ ചെറിയ മാർജിൻ അതിലുണ്ട്, ഒരു 5 രൂപ 4 രൂപ പ്രോഫിറ്റാണുള്ളത്. എക്സ്പോർട്ട് സപ്ലൈ ഉപ്പാൻ്റെ അടുത്തുനിന്ന് നേന്ത്രപ്പഴം, വെള്ളരിയും പിന്നെ ഈ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് നേരെ എക്സ്പോർട്ട് കമ്പനികൾക്ക് സപ്ലൈ ചെയ്തു ഫസ്റ്റ്. ഉപ്പാൻ്റെത് കഴിഞ്ഞാൽ പിന്നെ നിയർ ബൈ ഉള്ള തോട്ടങ്ങളിൽ നിന്നൊക്കെ സാധനം വാങ്ങിയിട്ട് നേരെ എക്സ്പോർട്ട് കമ്പനികൾക്ക് കൊടുക്കും. 2015 കൂടെയാണ് എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്തുകൂടാ എന്നുള്ള ലക്ഷ്യം, ഒരു എക്സ്പോർട്ട് ചെയ്താൽ എന്താ കുഴപ്പമില്ലല്ലോ എന്നുള്ള അതിൻ്റെ പ്രോഫിറ്റും ഇതൊക്കെ മനസ്സിലാക്കി 2015-16 കൂടി എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു. ഫസ്റ്റ് നമ്മുടെ റിയാദിലെ അൽമദീന എന്നുള്ള ഗ്രൂപ്പിന് ഓർഡർ കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലുക്മാൻ എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഒരു കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് ഓർഡർ കിട്ടുന്നത്. ആ ഓർഡർ കിട്ടി. ബട്ട് അത് നമ്മളിവിടെ പിന്നെ എക്സ്പോർട്ടിന് സപ്ലൈ കൊടുക്കുന്ന പ്രോഫിറ്റ് പോലും ഇല്ലായിരുന്നു. 1000 കിലോ സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ പ്രൈസ് അത്രയും ചവിട്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നത്. ബ്രാൻഡായ കമ്പനി പോയിട്ട് റേറ്റ് കൊടുക്കുന്നതും ബ്രാൻഡ് അല്ലാത്ത നിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്തിനു വാങ്ങണം എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുക. ഏറ്റവും നെക്ക് പ്രൈസിനായിരുന്നു സാധനം കൊടുത്തിരുന്നത്. 1-2 വർഷത്തോളം അവരായിട്ട് കച്ചവടം ചെയ്തു. ആ സ്ഥാനത്ത് മദീന ഗ്രൂപ്പിന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നെക്സ്റ്റ് ഓർഡറും കൂടെ കിട്ടി. ഗ്രാജുവലി ആണ് ഞാൻ ഒരു 4-5 വർഷം കൊണ്ടാണ് സെറ്റായി വരുന്നത്. സ്റ്റാഫിൻ്റെ എണ്ണം കൂടുന്നതും അതുവരെ ഞാൻ തന്നെയായിരുന്നു അക്കൗണ്ടന്റ്, ഞാൻ തന്നെയായിരുന്നു ലോഡിങ് അൺലോഡിങ്, സ്റ്റാഫിൻ്റെ എണ്ണമൊന്നും ഇല്ല. അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു പോയിരുന്നത്. യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട്. നേരെ ലൈസൻസ് എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ വന്ന ആളുകൾ. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചുരുക്കമെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യണം. എന്നാലും നമുക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പം ശരിക്കും ഞാനില്ലാതെയും കമ്പനി റൺ ആവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. അതുവരെ ഞാൻ 24/7 ഈവൻ എൻ്റെ കല്യാണത്തിൻ്റെ ദിവസം വരെ ഞാൻ എൻ്റെ കമ്പനി പോയിട്ട് പോയി വന്നിട്ടുണ്ട്. ഹണിമൂണിന് മലേഷ്യ പോകുന്ന സമയത്ത് പോലും എൻ്റെ കയ്യിൽ നോട്ട് ബുക്കും പെന്നും ഉണ്ടായിരുന്നു, ഓർഡർ ചെയ്തലും കാര്യങ്ങളും. ഇപ്പം ഞാനിന്ന് വന്നത് ഫ്രീ ആയിട്ടാണ്, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഗ്രാജുവലി സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.